ഇന്ന് രണ്ടുപേരുടെ സന്ദർശനത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്താവിഷയം. നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയെ ദീർഘകാലം ശുശ്രൂഷകളിലൂടെ നയിച്ച അഭിവന്യ സൂസേപ്പാക്യം പിതാവും വത്തിക്കാൻ സ്ഥാനപതി എന്ന നിലയിൽ ദീർഘകാലം മാർപ്പാപ്പയുടെ ഒരു പ്രതിനിധിയായിട്ട് ന്യൂൻഷ്യയായിട്ട് ശുശ്രൂഷ ചെയ്ത അഭിവന്യ കൊച്ചേരി പിതാവിനെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അഭിവന്യ ജോർജ് കൊച്ചേരി പിതാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് സൂസേപ്പാക്യം പിതാവിനെ ഒന്ന് കാണണം വെച്ചാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? എനിക്ക് വലിയ സന്തോഷം തോന്നി. സൂസേപ്പാക്യം പിതാവുമായിട്ട് എനിക്ക് ഏതാണ്ട് 25 വർഷത്തെ ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ദീർഘകാലം ഞാൻ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് സൂസേപ്പാക്യം പിതാവായിട്ടുമില്ല വലിയൊരു ബന്ധമുള്ളതുകൊണ്ടും അതുകൊണ്ടായിരിക്കാം പിതാവ് എന്നോട് ചോദിച്ചത് എന്ന് ഞാൻ ചിന്തിച്ച് കാര്യം തിരക്കിയപ്പോഴത്തേക്കാണ് പിതാവ് പറഞ്ഞത്, ഞങ്ങൾ ഒന്നിച്ച് റൂമിൽ പഠിച്ചതാണ്. രണ്ടാമത് എൻ്റെ മെത്രാഭിഷേകത്തിന് വചന സന്ദേശം നൽകിയത് കത്തീഡ്രൽ ദേവാലയത്തിലെ ചങ്ങനാശ്ശേരിയിൽ വെച്ചായിരുന്നു. അഭിവന്യ കൊച്ചേരി പിതാവിൻ്റെ മെത്രാഭിഷേകം ദീർഘകാലം വർഷങ്ങൾക്ക് ശേഷം ഒരു മെത്രാഭിഷേകം ചങ്ങനാശ്ശേരി വെച്ച് നടക്കുകയാണ്. അത് അപ്പസ്തോലിക് നുൻഷ്യയായിട്ട് ഉത്തരവാദിത്വം എടുക്കുന്നതിന് മുമ്പ് മെത്രാപ്പൊലിത്തയായിട്ട് ഉയർത്തപ്പെടണം, ആർച്ച് ബിഷപ്പായിട്ട്. അപ്പം അങ്ങനെ ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ദേശത്തെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമായിരുന്നു. അന്ന് വചന സന്ദേശം നൽകിയത് അഭിവന്യ സൂസേപ്പാക്യം പിതാവായിരുന്നു. അതുകൊണ്ട് എനിക്ക് സൂസേപ്പാക്യം പിതാവിനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിതാവിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴേ സൂസേപ്പാക്യം പിതാവ് വിശ്രമ ജീവിതം നയിക്കുന്ന അവരുടെ മൈനർ സെമിനാരിയുണ്ട്, മംഗലപുരത്തിനടുത്ത് തിരുവനന്തപുരത്ത് തന്നെ. അവിടെ പോയി അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ രണ്ടുപേരുടെയും ആ സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. എനിക്ക് ഒത്തിരിയേറെ ചിന്തിക്കുവാനുള്ള വക നൽകുകയായിരുന്നു വാസ്തവത്തിൽ അവരുടെ ആ ഒരു സ്നേഹബന്ധം. പെട്ടെന്ന് ഓർത്തു പോയത്, പരിശുദ്ധ ദൈവമാതാവിന് വലിയ കൃപ ലഭിച്ചു, അനുഗ്രഹം ലഭിച്ചപ്പോഴത്തേക്ക് ഇളയമയായ എലിസ്ബ പുണ്യവതിയെ കാണുവാനായിട്ട് തിടുക്കത്തിൽ യാത്ര ചെയ്തു പോയ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചായിരുന്നു. ഇതുപോലെ തന്നെയാണ് സൂസേപ്പാക്യം പിതാവും വലിയൊരു മരിയ ഭക്തനാണ്, കൊച്ചേരി പിതാവും വലിയൊരു മരിയ ഭക്തനാണ്. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ളത് മാതാവിനെക്കുറിച്ചാണ്. ഇവരുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ കണ്ടതും അതുതന്നെയായിരുന്നു. അവർ ഊട്ടുമുറിയിലിരുന്നു കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ പഴയ കാല ഓർമ്മകൾ അവർ ചകഞ്ഞെടുത്ത് സംസാരിക്കുകയായിരുന്നു. അന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുകയാണ്. സൂസേപ്പാക്യം പിതാവ് പറയാണ്, പിതാവ് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തല്ലോ വത്തിക്കാൻ സ്ഥാനപതി എന്ന നിലയിൽ. അതുപോലെ കൊച്ചേരി പിതാവ് സൂസേപ്പാക്യം പിതാവിനെക്കുറിച്ചും ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിച്ചു. സൂസേപ്പാക്യം പിതാവിന് 79 വയസ്സ് കഴിഞ്ഞു, കൊച്ചേരി പിതാവിന് 80 വയസ്സുമായി. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും വളരെ സ്നേഹവായ്പോടുകൂടിയായിരുന്നു സംസാരിച്ചത്. എനിക്കതിനകത്ത് കാണാൻ സാധിച്ചത് സൂസേപ്പാക്യം പിതാവ് കൊച്ചേരി പിതാവിനെ സ്വീകരിക്കുന്ന രീതിയും കൊച്ചേരി പിതാവ് സൂസേപ്പാക്യം പിതാവിനെ സ്വീകരിക്കുന്ന രീതിയും. രണ്ട് മെത്രാന്മാർ വാസ്തവത്തിൽ തലകൾ കുനിക്കുകയാണ്. തലകൾ കുനിച്ച് അവർ ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുകയാണ്. ഇറങ്ങാൻ നേരത്ത് ഉടനെ സൂസേപ്പാക്യം പിതാവ് കൊച്ചേരി പിതാവിൻ്റെ മുമ്പിലും കൊച്ചേരി പിതാവ് സൂസേപ്പാക്യം പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കൊച്ചേരി പിതാവ് പറയാണ്, പിതാവെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഉടനെ സൂസേപ്പാക്യം പിതാവ് പറഞ്ഞു, ഇല്ല എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം പോലെയായി. എന്നെ അനുഗ്രഹിക്കണം ആദ്യം, എന്നെ അനുഗ്രഹിക്കണം ആദ്യം എന്ന് പറഞ്ഞ് അവസാനം കൊച്ചേരി പിതാവ് സൂസേപ്പാക്യം പിതാവിൻ്റെ ശിരസ്സിൽ കൈവച്ച് അനുഗ്രഹിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഒരു ശ്ലൈഹിക ആശീർവാദം, മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ ആശീർവാദം കൊടുത്തു. നെറ്റിത്തടത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ചു. സൂസേപ്പാക്യം പിതാവ് ഉടനെ തന്നെ കൊച്ചേരി പിതാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കൊച്ചേരി പിതാവിനെ അനുഗ്രഹിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സ്നേഹത്തോടുകൂടി സമ്മാനങ്ങളൊക്കെ കൊച്ചേരി പിതാവ് സൂസേപ്പാക്യം പിതാവിനെ കൈമാറി. അങ്ങനെ സന്തോഷത്തോടെ അവിടെ യാത്ര തിരിക്കുകയാണ്. കൈക്കൊക്കെ പിടിച്ച് രണ്ടുപേരും കൈക്കൊക്കെ പിടിച്ച്, രണ്ടുപേർക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൈക്കൊക്കെ പിടിച്ച് അവർ വതുക്കെ വരാന്തയുടെ നടന്ന് കാറിനടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതായിരുന്നു. ഇനി ഉടനെയൊന്നും രണ്ടുപേരും അടുത്തൊന്നും കാണാനായിട്ട് സാധ്യതയില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം പോകാൻ നേരത്ത് പിതാവ് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി കൈകൂപ്പി നിൽക്കുന്ന സൂസേപ്പാക്യം പിതാവിനെ പോർട്ടിക്കോയിൽ വെച്ച് ഞാൻ കാണുകയാണ്. കാറയിലെ ഡോറ് തുറന്നു കൊടുത്ത് കൊച്ചേരി പിതാവിനെ കയറ്റി ഇരുത്തി ശേഷം കൈകൂപ്പി നിന്ന് ആ കാറ് പോകുന്ന സമയം അങ്ങനെ ഗേറ്റ് കടന്നു പോരുന്നിടം വരെയും പാവം സൂസേപ്പാക്യം പിതാവ് കൈകൂപ്പി നിൽക്കുകയാണ്. വാസ്തവത്തിലെ പ്രാർത്ഥനയോടുകൂടി കൊച്ചേരി പിതാവിനെ യാത്രയാക്കുകയാണ്. കൊച്ചേരി പിതാവ് കാറിലിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു,
കണ്ടത് നന്നായി, വന്നത് നന്നായി. ഇതൊരർത്ഥവത്തായ ഒരു സന്ദർശനമായിരുന്നു. വാസ്തവത്തിൽ ഇതും പ്രാർത്ഥനാപൂർവ്വം നടത്തിയൊരു സന്ദർശനമായിരുന്നു. പിതാവ് ഒത്തിരി ആഗ്രഹിച്ചു കൊച്ചരി പിതാവ് കാണണമെന്ന്. അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് കണ്ടതുകൊണ്ട് അതിനകത്ത് ഒത്തിരി പുണ്യം ഉണ്ടായിരുന്നു. എനിക്കതിനകത്ത് തോന്നുന്നു വലിയൊരു കാര്യം, ഞാനൊരു പുരോഹിതനാണ്. പ്രായമുള്ളവരെ കാണാനും കേൾക്കാനും, നമ്മളും പൗരോഹിത്യത്തിലേക്ക് ഇങ്ങനെ ജീവിക്കുമ്പോഴത്തേക്ക് ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകാം. അവസരത്തിലൊക്കെ അവരുടെ ജീവിത ശൈലിയും ജീവിത രീതിയും പ്രാർത്ഥനാ ശൈലിയും ഒക്കെ നമുക്കൊരു പ്രചോദനമാണ്, മറ്റെല്ലാവർക്കും തന്നെ ഒരു പ്രചോദനമാണ്. പ്രായമായിരിക്കുന്നവരെന്ന് പ്രായമുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇവർ രണ്ടുപേരുടെയും ജീവിതം എനിക്ക് ഒത്തിരി അനുഭവമായി മാറി. എനിക്കൊരു ധ്യാനം പോലെയായിരുന്നു ഒന്നിച്ചുള്ള യാത്ര, ഒന്നിച്ചുള്ള ഈ സംഗമം. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു സംഗമം തന്നെയായിരുന്നു. രണ്ട് മെത്രാന്മാരും ഒന്നിച്ച് ഒരുപോലെ തലകൾ കുനിച്ച് അനുഗ്രഹത്തിനായിട്ട് രണ്ടുപേരും സഹപ്രവർത്തകരും സഹപാഠികളുമാണ്. രണ്ടുപേരും മെത്രാന്മാരുമാണ്, മെത്രാപ്പൊലിത്തന്മാരുമാണ്. അപ്പോൾ ദൈവാനുഗ്രഹം നിറഞ്ഞ സമയമായിരുന്നു. ദൈവം തീർച്ചയായിട്ടും ഈ വന്യപിതാക്കന്മാരെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാനും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ സെൻറ് തോമസ് ഹോസ്പിറ്റൽ.